നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ക്രൂരതയുടെ ചോരക്കറ. ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ നിർണായക വഴിത്തിരിവുമായി ഫോറൻസിക് പരിശോധനാ ഫലം. പാമ്പാടി നെഹ്റു കോളേജിലെ ഇടിമുറിയിൽ കണ്ടെത്തിയ രക്തക്കറ ജിഷ്ണുവിന്റെ അതേ രക്തഗ്രൂപ്പ് എന്ന് കണ്ടെത്തൽ. വിശദ പരിശോധനയ്ക്കായി ജിഷ്ണുവിന്റെ മാതാപിതാക്കളുടെ DNA സാമ്പിൾ ഇന്ന് ശേഖരിക്കും. കോളേജിലെ ഇടിമുറിയിലും ഹോസ്റ്റലിലെ ശുചിമുറിയിലും ഫോറൻസിക് സംഘം രക്തക്കറ കണ്ടെത്തിയത് അവസാനവട്ട പരിശോധനയിൽ. ജിഷ്ണുവിന് ക്രൂരമായി മർദ്ദനമേറ്റിരുന്നുവെന്ന സംശയത്തിന് ബലം നൽകുന്ന തെളിവുകൾ നിർണായകം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജിഷ്ണുവിന്റെ വായിൽ നിന്ന് രക്തം വന്നിരുന്നു എന്ന സുഹൃത്തിന്റെ മൊഴിക്കും സാധൂകരണം. ജിഷ്ണുവിന്റെ ബ്ലഡ് ഗ്രൂപ്പായ O+ തന്നെയാണ് രക്തക്കറയിലും കണ്ടെത്തിയതെങ്കിലും അത് ജിഷ്ണുവിൻ്റേത് തന്നെയെന്ന് ഉറപ്പിക്കാൻ അച്ഛനമ്മമാരുടെ DNA പരിശോധന അത്യാവശ്യം. ഇതിനായി നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് രാവിലെ ഇവരുടെ രക്തസാമ്പിൾ ശേഖരിക്കും. മറ നീങ്ങാത്ത ദുരൂഹത. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിൽ അറസ്റ്റിലായ യുവാവിൽ നിന്ന് നിർണായക വിവരങ്ങൾ തേടി പോലീസ്. പിടിയിലായ ക്രോണിൻ അലക്സാണ്ടറുടെ പേരിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ്. അകന്ന ബന്ധു കൂടിയായ ക്രോണിൻ മിഷേലിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തിയെന്ന് കണ്ടെത്തൽ. മൂവാറ്റുപുഴ സ്വദേശിയായ ക്രോണിനും മിഷേലും തമ്മിൽ 2 വർഷമായി പ്രണയത്തിലായിരുന്നതായി പോലീസ്. ക്രോണിന്റെ സ്വഭാവശുദ്ധിയിൽ സംശയിച്ച് പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങിയ മിഷേലിനെ ഇയാൾ തുടർന്നും ശല്യം ചെയ്തിരുന്നു. മിഷേലിന്റെ മരണത്തിനു മുൻപ് ക്രോണിൻ അയച്ചതായി പറയുന്ന SMS സന്ദേശങ്ങൾ വീണ്ടെടുക്കാനും ശ്രമം. പിറവം സ്വദേശിയായ മിഷേൽ ഷാജിയെ കൊച്ചി കായലിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് മാർച്ച് 6-ന്. തലേന്ന് മുതൽ കാണാതായിരുന്ന മിഷേലിനെ ചിലർ പിന്തുടർന്നത് കലൂർ പള്ളിയിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തം. മിഷേലിന്റെ ദുരൂഹ മരണത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തത് ഇന്നലെ. അധികാരത്തിന്റെ അന്തിമയുദ്ധം. കോൺഗ്രസിനെ നോക്കുകുത്തിയാക്കി BJP അധികാരം പിടിച്ച ഗോവയ്ക്കായി നിയമയുദ്ധം. സർക്കാർ രൂപീകരിക്കാൻ BJP ക്ഷണിച്ച് ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് അടിയന്തരവാദം. കോൺഗ്രസിന്റെ അന്തിമ ശ്രമം വൈകിട്ട് പരീക്കർ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ. 40 അംഗ നിയമസഭയിൽ 13 സീറ്റ് മാത്രം നേടിയ BJP ചാക്കിലാക്കിയത് ചെറുകക്ഷികളിൽ നിന്നും സ്വതന്ത്രരിൽ നിന്നുമായി 8 പേരുടെ പിന്തുണ. കേവല ഭൂരിപക്ഷത്തിന് 4 സീറ്റ് മാത്രം അധികം വേണ്ടിയിരുന്ന കോൺഗ്രസിനെ നിശബ്ദ സാക്ഷിയാക്കി BJP പയറ്റിയത് കടുത്ത കുതന്ത്രമെന്ന ആക്ഷേപം. അതേസമയം ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന മണിപ്പൂരിലും ചെറുകക്ഷികളെ വിഴുങ്ങി BJPയുടെ അധികാര രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ ബീരൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി. 60 അംഗ നിയമസഭയിൽ BJP അവകാശപ്പെടുന്നത് 32 പേരുടെ പിന്തുണ. എക്സൈസും സുധാകരനും. പൊതുമരാമത്ത് മന്ത്രി G. സുധാകരനെ എക്സൈസ് വകുപ്പിന്റെ അധിക ചുമതല. സർക്കാർ തീരുമാനം TP രാമകൃഷ്ണന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന്. പുതിയ മദ്യനയം ഉൾപ്പെടെ നിർണായക തീരുമാനങ്ങൾ എക്സൈസ് വകുപ്പിൽ നിന്ന് പുറത്തുവരാനിരിക്കെ പുതിയ ചുമതല സുധാകരന് വെല്ലുവിളിയാകും. അതേസമയം ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച രാമകൃഷ്ണന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ചികിത്സ ഏകോപിപ്പിക്കാൻ പ്രത്യേക മെഡിക്കൽ ബോർഡിന് രൂപം നൽകി അധികൃതർ. രക്തക്കുഴലിൽ ബ്ലോക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനാക്കിയിരുന്നു. താമരയിലെ ഓഹരി ജയം. UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഗംഭീര ജയത്തിൽ കുതിച്ചുയർന്ന് ഓഹരി വിപണി. സെൻസെക്സ് 500-ൽ അധികം പോയിന്റ് ഉയർന്ന് 29,403-ൽ. 149 പോയിന്റ് നേട്ടത്തോടെ നിഫ്റ്റിയും റെക്കോർഡ് ഉയരത്തിൽ. അനുകൂല പ്രതിഫലനം തുടരുമെന്ന് റിപ്പോർട്ട്. വിദേശത്തു നിന്നുള്ള നിക്ഷേപകർക്കും കമ്പനികൾക്കും ഇന്ത്യയിൽ പണം മുടക്കാൻ അനുകൂല അന്തരീക്ഷമെന്ന് വിപണി വിദഗ്ധർ. അതിനിടെ ഡോളറിനെതിരെ രൂപയുടെ വിനിമയ മൂല്യത്തിലും വർധന. ഒരു വർഷത്തെ ഏറ്റവും വലിയ ഉയർച്ചയിൽ മൂല്യം 66.23. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.